ഇത് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ്. നിങ്ങൾ നോക്കിയിട്ട് 2016 എന്നെ കാണുന്നവർ ഒന്ന് മനസ്സിലാക്കണം. 5/10/2016 PK നൂർബീന റഷീദ് പാറോപ്പടി ശാഖയിൽ നിന്നും മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഈ പേപ്പറിനൊരു ചുളിവ് പോലും ഞാൻ വരുത്തിയിട്ടില്ല. 2016 മെമ്പർഷിപ്പ് ഫോറമാണ്. ഇതിന്റെ കളർ പിങ്ക് ആണ്. ഇത് 2022 മെമ്പർഷിപ്പ്. പിങ്ക് പോയി ഇപ്പം പച്ചയായി കേട്ടോ. കാരണം ഇത് വനിതാ ലീഗിന്റെ മെമ്പർഷിപ്പ് അല്ല, ഇത് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പാണ്. ആ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പിന്റെ ഞാൻ സ്വർണങ്ങളെല്ലാം കബോർഡുകളിൽ വെച്ചിരിക്കുന്നത്, ലോക്കറുകളിൽ സൂക്ഷിക്കുന്നത്. എന്റെ ഹൃദയത്തിൽ എങ്ങനെയൊക്കെ ഈ മെമ്പർഷിപ്പ് പേപ്പർ സൂക്ഷിച്ചു വെച്ചോ അതേ സ്നേഹത്തോടു കൂടി, അതേ ബഹുമാനത്തോടു കൂടി, അതേ ആത്മസമർപ്പണത്തോടു കൂടിയായിരുന്നു മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും വനിതാ ലീഗിനെയും പോഷക സംഘടനകളെയും ഇന്ന് വരെ മുറുക്കി പിടിച്ചത്. ഈ പേപ്പറിന് ഇത്രയും വർഷക്കാലം ഒരു പോറൽ ഏറ്റിട്ടില്ലെങ്കിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന, ഞാൻ കൊണ്ടു നടക്കുന്ന, ഞാൻ വളർത്തിയെടുത്ത ആ വനിതാ ലീഗിനെയും മുസ്ലിം ലീഗിനെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത്. പാർട്ടിക്ക് അഭിമാനമാവുന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. പാർട്ടിയിൽ നിന്ന് ഒരു ഫണ്ടുകളും ഒരു ബത്തയും വാങ്ങാറില്ല. സ്വന്തം അധ്വാനിച്ച് എല്ലാവരോടും പറയും, രാഷ്ട്രീയ പ്രവർത്തനം ധനാഗമന മാർഗമല്ല, മറിച്ച് രാഷ്ട്ര സേവനമാണ്. ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജീവവായുവാണ്. ഒരാൾ എന്ത് ഭക്ഷിക്കണം, ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം, ഒരാൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ഭരണഘടന വിഭാവനം ചെയ്ത ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ നേടിയെടുത്ത അവകാശങ്ങൾ മുറുക്കെ പിടിച്ച് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. മറിച്ച് സമ്പാദിക്കാൻ വേണ്ടിയല്ല നമ്മളൊന്നും വനിതാ ലീഗ് ആരും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. ഞങ്ങൾക്കൊക്കെ തൊഴിലുണ്ടായിരുന്നു. ഞങ്ങളുടെ തൊഴിലുകളൊക്കെ ഞങ്ങളെല്ലാവരും തൊഴിലിലൂടെയാണ് പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്നത്. ഒരുപാട് ക്യാമ്പുകൾ നടത്തി. 2015 നാഷണൽ കമ്മിറ്റിക്ക് രൂപം നൽകി എറണാകുളത്ത് വെച്ച്. ആ നാഷണൽ കമ്മിറ്റി നടന്നപ്പം പാർട്ടി നേതൃത്വം നാഷണൽ ജനറൽ സെക്രട്ടറിയായി എന്നെ നിയോഗിച്ചു. ഒരു സ്ഥാനമാനങ്ങളും ചോദിച്ചു വാങ്ങിയതല്ല, എല്ലാം മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നൽകിയത് തന്നെയാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതിമനോഹരമായി തന്നെ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. എന്നിൽ നിന്ന് വല്ല രീതിയിലെങ്കിലും 10 കൊല്ലം കൗൺസിലറായിരുന്നു, ഒരു ടേമിൽ വനിതാ കമ്മീഷൻ മെമ്പർ ആയിരുന്നു, മറ്റൊന്നും തന്നെ. ഇന്നിപ്പം ചെറിയൊരു വക്കീൽ പോലും നോട്ടറി ആവാൻ എളുപ്പമാണ്. 40 കൊല്ലത്തെ അഭിഭാഷക ജീവിതത്തിൽ സ്ഥായിയായി ഒന്നും തന്നെ പാർട്ടിയോട് ചോദിച്ചു വാങ്ങിയിട്ടില്ല. നോട്ടറി ആയിട്ടില്ല, GP ആയിട്ടില്ല, ഒരു വണ്ടി വാങ്ങിയിട്ടില്ല, ഡ്രൈവറെ വെച്ചിട്ടില്ല. എല്ലാ ഇലക്ഷൻ വർക്കിലും സ്വന്തം ഡ്രൈവ് ചെയ്ത് പോയിട്ടാണ്. ഒരു ഇലക്ഷൻ ഫണ്ട് വാങ്ങാറില്ല. ഇന്ന് പക്ഷേ ഇന്നത്തെ കാലഘട്ടം മാറി. അവിടേക്കാണ് ഞാൻ എത്തുന്നത്. 2018 2 സ്ഥാനം വഹിച്ചിരുന്ന ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഞാൻ മാറിയത്. പക്ഷേ ഇന്ന് 2026 ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പം സമൂഹ മാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ എന്റെ വിഷമങ്ങൾ പങ്കുവെച്ചു. അതെന്തുകൊണ്ടാണ് പങ്കുവെച്ചെന്ന് വെച്ചാൽ, ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ പാർട്ടിയുമായി സംവദിക്കുന്നുണ്ടായിരുന്നു, പാർട്ടി നേതൃത്വവുമായി സംവദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ ആശയങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇന്ന വ്യക്തികൾ വരാൻ പാടില്ലെന്നതായിരുന്നു ഞങ്ങളുടെ ആവശ്യം, അല്ലാണ്ട് ഞങ്ങൾ വരണമെന്ന് മാത്രമല്ല. അതിലേക്ക് കടക്കാം. അപ്പം ആ സംവദിച്ചിട്ടും ഞങ്ങൾ ഒരു വാക്ക് കേട്ടില്ല, ഞങ്ങളോടൊരു വാക്ക് ചോദിച്ചില്ല, ഞങ്ങളോടൊന്ന് ഒരു രീതിയിലുള്ള ഒരു ബോധ്യപ്പെടുത്തൽ ഞങ്ങളോട് നടത്തിയിട്ടില്ല. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, വനിതാ ലീഗിനെ നിങ്ങളൊക്കെ വിചാരിക്കും പരവതാനിയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ദേശീയ മുസ്ലിം ലീഗ് കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 വനിതകളെ ദേശീയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. 35 കൊല്ലം കേരള മണ്ണിൽ പണിയെടുത്ത, പാർട്ടിയെ വളർത്തിയ, പാർട്ടിക്ക് ശക്തി പകർന്ന, പാർട്ടിക്ക് മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ പകുതിയിലധികമുള്ള വനിതാ ലീഗുകളെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു അവര് വനിതാ ലീഗിൽ വന്നു, ശരിയാണ്. ഒരു മുസ്ലിം വനിതയെ പാർട്ടി ദേശീയ തലത്തിലെടുത്തു. അന്നും പാർട്ടിക്കകത്ത് പ്രതികരിച്ചു. പാർട്ടി നിശബ്ദത പാലിക്കാൻ പറഞ്ഞു. കാരണം നിങ്ങൾ എടുത്തോളൂ, നിങ്ങളുടെ സെക്യുലറിസം കാണിക്കണമെങ്കിൽ, നിങ്ങളുടെ മതേതരത്വ മുഖം കാണിക്കണമെങ്കിൽ സ്യൂഡോ സെക്യുലറിസം പാടില്ല. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ മതേതരത്വം ഒന്നിനും ഭൂഷണമല്ല. മതേതരത്വം ഹൃദയത്തിൽ നിന്ന് വരണം.
ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുപോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലതയാണ് നമുക്ക് ആവശ്യം. അതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. എല്ലായിടത്തും ആർട്ടിഫിഷ്യലാണ്. യഥാർത്ഥത്തിൽ എന്താ വെർച്വൽ ലോകത്താണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിലും ഒരു വനിതയെങ്കിലും വനിതാ ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിലേക്ക് എടുത്തിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വനിതാ ലീഗിന്റെ പ്രവർത്തകർ ഹൃദയം പൊട്ടി പാർട്ടിയുടെ ആ തീരുമാനത്തിൽ. ഒരു വനിതയെ നിങ്ങൾ ജംബോ കമ്മിറ്റി ഉണ്ടാക്കി. ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിന് ജംബോ കമ്മിറ്റി ഉണ്ടാക്കി. പ്രായാധിക്യമുള്ളവരുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ ഖമറുന്നീസ അൻവറിന അല്ലെങ്കിൽ മറിയുമന പേരിനെ നിങ്ങൾ ഇടൂ. ഇല്ല. അപ്പൊ ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ അരികുവൽക്കപ്പെടുന്നത്? ഞങ്ങൾ എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ? വനിതാ ലീഗിന് എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ? അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയേ മതിയാവൂ. പാർട്ടിയിൽ ഇന്നും നിങ്ങളൊക്കെ നോക്കിയാൽ മതി, ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ മുഴുവനും വനിതാ ലീഗുകളാ. അവരെത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരെത്രമാത്രം ബൂത്തിൽ വരെ ഇരിക്കാൻ പ്രാപ്തരായ വനിതകൾ ഞങ്ങൾക്കുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം. പക്ഷെ ഇന്ന് നമുക്ക് കാണുന്നത് സോഷ്യൽ മീഡിയയിൽ എൻ്റെ പ്രതികരണം വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ കൂലി എഴുത്തുകാരും തന്നെ ഞാൻ പറയും, പണ്ടൊക്കെ കൊട്ടേഷൻ സംഘങ്ങളെ വളർത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ആ കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ട് തന്നെയാണ് പലപ്പോഴും അവരുടെ നാശവും വിധിക്കാൻ. ഈ സമൂഹ മാധ്യമങ്ങൾ ഇന്ന് സമൂഹത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 50 വയസ്സിന് മേലെയുള്ളവർ ഇതൊന്നും നിരീക്ഷിക്കുന്നില്ല. 50 വയസ്സിന് മേലെയുള്ളവർ ഇത് മനസ്സിലാക്കുന്നില്ല, എന്താണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് എന്ന്, ഇതിന്റെ ഹാൻഡിൽ എവിടെയാണെന്ന്, ഇത് എഴുതപ്പെടുന്നത് ആരാണെന്ന്, ഇത് ഏത് ഗ്രൂപ്പിൻ്റെതാണെന്ന്. സത്യം പറയുക പലതും നമ്മുടെ പാർട്ടി മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കുവെക്കുമ്പോൾ പലർക്കും അറിയുന്നില്ല. ഒരാളുടെ പ്രവർത്തനം വിലയിരുത്തണമെങ്കിൽ ഇത് നിരീക്ഷിക്കണ്ടേ? സമൂഹ മാധ്യമങ്ങളിൽ എന്നോട് ചോദിച്ചു, നമ്മുടെ നെജ്മ തസ്ബീരയുടെ ഹസ്ബൻഡാണ് എഴുതിയത്, നിങ്ങളുടെ ഇത് നിഷാദ് വള്ളുവന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. നിങ്ങളുടെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം സ്ത്രീകൾക്ക് അർഹമായ പരിഗണന ലഭിക്കാതെ പോയത്. എന്റെ മാന്യ സഹോദര, നിങ്ങളുടെ ഭാര്യ ജനിക്കുന്നതിനേക്കാളും മുമ്പ് ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയതാണ്. ആവശ്യമുള്ളത് അനുസരിക്കാനും അവകാശപ്പെട്ട അവകാശങ്ങൾ താൻ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിന് നൽകേണ്ടവരെ ബോധ്യപ്പെടുത്തി അത് വാങ്ങിക്കൊടുക്കുവാനുമുള്ള നേതൃപാടവം നിങ്ങൾക്കില്ലാതെ പോയി. ശരിയാണ്, ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പണാധിപത്യമില്ല. ഞങ്ങൾക്ക് ബ്ലാക്ക് മെയിലിംഗ് ടാക്ടിക്സ് അറിയില്ല. ഞങ്ങൾക്ക് കുറ്റാരോപണം ഉന്നയിക്കാൻ അറിയില്ല. ഞങ്ങൾ ഇവിടെ വളരെ വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ നേതൃത്വത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വളരെ നല്ല പെരുമാറ്റമാണ് ഞങ്ങളുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. ഒരു വിധത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളും ഉന്നയിക്കാനുള്ള ഒരു അവസരം പോലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു പാർട്ടിയിലാണ് 3 പെൺകുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ വന്നൊരു ലൈംഗിക ആരോപണം നടത്തുന്നത്.